എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിനിടയിൽ വരുന്ന ഒരു 15 സെന്റൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും നോക്കാം. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരാൾ പൈസ കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പറയുവാണ് എന്നാൽ ഇന്ന് ഞാൻ കൊടുക്കാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആജ് പൈസെ മേ ദൂങ്ക. ആജ് പൈസെ മേ ദൂങ്ക. ആജ് മീൻസ് ഇന്ന്, പൈസെ മണി, മേം എന്ന് വെച്ചാൽ എന്താണ് ഞാൻ, ദൂങ്ക മീൻസ് കൊടുക്കാം അല്ലെ, ദേന എന്നുള്ളത് കൊടുക്കുക എന്നാണ് അർത്ഥം. അത് ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ നേരത്തെ ഫ്യൂച്ചർ ടെൻസിന്റെ വീഡിയോ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ എന്താ മേമിന്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഊങ്ക അല്ലെങ്കിൽ ഊങ്കി ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ദൂങ്ക അല്ലെ, ദേന എന്നുള്ള ക്രിയയുടെ കൂടെ നമ്മൾ ഊങ്ക ചേർത്തു, ദൂങ്ക കൊടുക്കാം. ഓക്കെ, ആജ് പൈസെ മേ ദൂങ്ക, ഇന്ന് പൈസ ഞാൻ കൊടുക്കാം. ആജ് പൈസെ മേ ദൂങ്ക, ഐ വിൽ പേ ടുഡേ. ഓക്കെ, ഐ വിൽ പേ ദ മണി ടുഡേ. അപ്പം പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ പൈസ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മണിന്ന് സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കൊടുക്കാത്തത്. അപ്പോൾ ആജ് പൈസെ മേ ദൂങ്ക, ഇന്ന് ഞാൻ പൈസ കൊടുക്കാം. ഓക്കെ, ഐ വിൽ പേ ടുഡേ. അടുത്ത സെന്റൻസ് ആകെ ക്യാ. ആകെ ക്യാ, ആകെ ക്യാ അല്ലെ. അപ്പൊ ആകെ എന്ന് വെച്ചാൽ എന്താണ്, ഇനി അല്ലെ, നെക്സ്റ്റ് എന്താണ്. ക്യാ മീൻസ് എന്ത്, ഇനി എന്താ അല്ലെ. ആകെ ക്യാ, ഇനി എന്താ. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ പോയി, അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കല്യാണ ഫംഗ്ഷന് പോയിരിക്കുവാണ്. അതിന് ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ പറയുവാണ് ഇനി എന്താ പരിപാടി അല്ലേ, ഇനി നമുക്ക് എന്താ പ്ലാൻ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ ഇനി എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഹിന്ദിയിൽ പറയേണ്ടത് എങ്ങനെയാ, ആകെ ക്യാ. ആകെ മീൻസ് ഇനി മുന്നോട്ടല്ലേ, ക്യാ മീൻസ് എന്താ, നെക്സ്റ്റ് എന്താണ് അല്ലെ. ആകെ ക്യാ, വാട്ട് നെക്സ്റ്റ്, ഇനി എന്താ. ആകെ ക്യാ, വാട്ട് നെക്സ്റ്റ്, ഇനി എന്താ. ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. മേ തുമാരി മദദ് കരൂങ്ക. മേ ഞാൻ, തുമാരി മീൻസ് നിങ്ങളെ അല്ലെ, മദദ് മീൻസ് ഹെൽപ്പ്. മദദ് ഹെൽപ്പ്, സഹായം. ഓക്കെ, കരൂങ്ക എന്ന് വെച്ചാൽ ചെയ്യും എന്നാണ് അർത്ഥം. കർണ എന്നുള്ള ക്രിയ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് ആക്കുമ്പോൾ കരൂങ്ക അല്ലെങ്കിൽ കരൂങ്കി എന്ന് വരും. അപ്പൊ മേ തുമാരി മദദ് കരൂങ്ക. മദദ് കർണ എന്ന് വെച്ചാൽ സഹായം ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ സഹായം ചെയ്യും എന്നാണെങ്കിൽ മദദ് കരൂങ്ക അല്ലെങ്കിൽ മദദ് കരൂങ്കി. മേ തുമാരി മദദ് കരൂങ്കി അല്ലെ, മേ തുമാരി മദദ് കരൂങ്ക രണ്ടും പറയാം. നമ്മൾ മേം എന്ന് പറയുന്ന ആള് സ്ത്രീലിംഗാണെങ്കിൽ മേ തുമാരി മദദ് കരൂങ്കി എന്ന് പറയും. മേം ഇപ്പൊ ഞാൻ പറയുന്ന ഒരാണാണെങ്കിൽ നമ്മൾ എന്ത് പറയും, മേ തുമാരി മദദ് കരൂങ്ക എന്നാണ് പറയേണ്ടത്. ഓക്കെ, ആപ് ഇസ്സെ ബച്ച് നഹീ സക്തേ. ആപ് ഇസ്സെ ബച്ച് നഹീ സക്തേ അല്ലെ. ആപ് എന്ന് പറഞ്ഞാൽ എന്താണ്, താങ്കൾ. ഇസ്സെ ഇതിൽ നിന്ന് അല്ലെ, ഫ്രം ദിസ്. ഇസ്സെ ഫ്രം ദിസ്, ഇതിൽ നിന്ന്. ബച്ചന എന്ന് വെച്ചാൽ എന്താ, രക്ഷപ്പെടുക, എസ്കേപ്പ് ആവുക അല്ലെ, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. നെഹി സക്തേ, സാധിക്കില്ല അല്ലെ. നെഹി സക്ന മീൻസ് സാധിക്കില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആവില്ല. ബച്ച് നെഹി സക്ന എന്ന് വെച്ചാൽ എന്താ, രക്ഷപ്പെടാൻ ആവില്ല. ആപ് ഇസ്സെ ബച്ച് നെഹി സക്തേ. ആപ് താങ്കൾ, ഇസ്സെ ഇതിൽ നിന്ന്, ബച്ച് നെഹി സക്തേ രക്ഷപ്പെടാൻ സാധിക്കില്ല. അതായത് താങ്കൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. You can't escape from this. Okay, आप इससे बच नहीं सकते. You can't escape from this. താങ്കൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നാണ് അർത്ഥം. അടുത്ത സെന്റൻസ് നോക്കാം. आप उसके लिए जिम्मेदार है. आप उसके लिए जिम्मेदार है. ഓക്കെ, അപ്പോ ആപ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, താങ്കൾ. ഉസ്കേലിയെ, ഉസ്കേലിയെ മീൻസ് കേലിയെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിന് അല്ലെ, അതിന് വേണ്ടി എന്നൊക്കെയാണ് അർത്ഥം. ഉസ്കേലിയെ എന്ന് വെച്ചാൽ അതിന് അല്ലെ, ഫോർ ദാറ്റ്. ഉസ്കേലിയെ ഫോർ ദാറ്റ്. അപ്പൊ കേലിയെ എന്ന് വെച്ചാൽ ഫോർ എന്നാണ് അർത്ഥം. ഇവിടെ ഉസ് എന്ന് വെച്ചാൽ ദാറ്റ്. അപ്പൊ ഉസ്കേലിയെ ഫോർ ദാറ്റ്.
അതിന് അല്ലെ. ജമേദാർ എന്ന് വെച്ചാൽ എന്താ? റെസ്പോൺസിബിൾ, ഉത്തരവാദി. ജമേദാർ റെസ്പോൺസിബിൾ, ഉത്തരവാദി. ഓക്കെ. आप उसके लिए जिम्मेदार है. आप उसके लिए जिम्मेदार है. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. താങ്കളാണ് അതിന് ഉത്തരവാദി. അല്ലെ, നമ്മൾ പറയാറുണ്ട് ആ ചെയ്തതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്, അല്ലെ, നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ആപ്പാണെങ്കിൽ താങ്കൾ എന്നാണ് അർത്ഥം വരുന്നത്, തുമ്മാണെങ്കിൽ നിങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആപ് ഉസ്കെ ലിയേ സിമേദാർ ഹേ എന്ന് വെച്ചാൽ എന്താണ്? താങ്കൾ അതിന് ഉത്തരവാദിയാണ്, താങ്കളാണ് അതിന് ഉത്തരവാദി. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ആപ് കുച്ച് കഹോ. ആപ് കുച്ച് കഹോ. ആപ് കുച്ച് കഹോ. ആപ് എന്ന് വെച്ചാൽ താങ്കൾ, കുച്ച് എന്ന് പറഞ്ഞാൽ സംതിങ്, അല്ലെ, എന്തെങ്കിലും. കഹോ പറയുക, അല്ലെ, സേ. ആപ് കുച്ച് കഹോ, താങ്കൾ എന്തെങ്കിലും പറയൂ. ആപ് കുച്ച് കഹോ, യു സേ സംതിങ്, താങ്കൾ എന്തെങ്കിലും ഒന്ന് പറയൂ, അല്ലെ. കുച്ച് കഹോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറയൂ എന്നാണ് അർത്ഥം. ഓക്കെ. ആപ് ക്യാ കർത്തേ ഹോ. നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, അല്ലെ. ആപ് ക്യാ കർത്തേ ഹോ. ആപ് ക്യാ കർത്തേ ഹോ എന്താണ് എൻ്റെ അർത്ഥം? ആപ് താങ്കൾ, ക്യാ എന്ത്, കർത്തേ ഹോ ചെയ്യുന്നത്. ആപ് ക്യാ കർത്തേ ഹോ താങ്കൾ എന്താണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ജോലിയാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, പഠിക്കുകയാണോ ജോലി ചെയ്യുവാണോ എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആപ് ക്യാ കർത്തേ ഹോ താങ്കൾ എന്ത് ചെയ്യുന്നു, അല്ലെ. വാട്ട് ഡു യു ഡു. ആപ് ക്യാ കർത്തേ ഹോ, വാട്ട് ഡു യു ഡു, താങ്കൾ എന്ത് ചെയ്യുന്നു. അടുത്ത സെന്റൻസ്, ആപ് മേരാ സമയ് ബർബാദ് കർ രഹേ ഹേ. ആപ് മേരാ സമയ് ബർബാദ് കർ രഹേ ഹേ. ആപ് മീൻസ് താങ്കൾ, മേരാ സമയ്, മേരാ എൻ്റെ, അല്ലെ. സമയ് മീൻസ് ടൈം ആണ്. താങ്കൾ എൻ്റെ സമയം, ബർബാദ് കർണ എന്ന് വെച്ചാൽ എന്താണ്? നഷ്ടമാക്കുക, അല്ലെ, പാഴാക്കുക. ഓക്കെ. ബർബാദ് കർ രഹേ ഹേ പാഴാക്കുകയാണ്, അല്ലെ. ആപ് മേരാ സമയ് ബർബാദ് കർ രഹേ ഹേ. ആപ് മേരാ സമയ് താങ്കൾ എൻ്റെ സമയം, ബർബാദ് കർ രഹേ ഹേ പാഴാക്കുകയാണ്. യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. എങ്ങനെ ഇംഗ്ലീഷ് പറയേണ്ടത്? യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. നിങ്ങൾ എൻ്റെ സമയം പാഴാക്കുകയാണ്. ആപ് മേരാ സമയ് ബർബാദ് കർ രഹേ ഹേ. യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. നിങ്ങൾ എൻ്റെ സമയം പാഴാക്കുകയാണ്. അപ്പോൾ പുതിയ വാക്ക് നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. ബർബാദ് കർണ എന്ന് വെച്ചാൽ വേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പാഴാക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. അടുത്തത് ആപ്കാ ഫോൺ ബജ് രഹാ ഹേ. ആപ്കാ ഫോൺ ബജ് രഹാ ഹേ. ആപ്ക മീൻസ് താങ്കളുടെ, ഫോൺ ഫോൺ തന്നെ. ഇനി ബജന എന്ന് വെച്ചാൽ എന്താ? റിങ് ചെയ്യുക, അല്ലേ. ബജാന എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യില്ലേ, അതായത് ഓടക്കുഴൽ വായിക്കുക, ഗിറ്റാർ വായിക്കുക, അതിനെ നമ്മൾ ബജാന എന്ന് പറയും, പ്ലേയിങ് ദാറ്റ് ഇൻസ്ട്രുമെന്റ്. ഇവിടെ ബജന എന്ന് പറഞ്ഞാൽ റിങ് ചെയ്യുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഫോൺ ബജ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ ഫോൺ റിങ് ചെയ്യുകയാണ്. ആപ്ക ഫോൺ ബജ് രഹാ ഹേ, യുവർ ഫോൺ ഈസ് റിങ്ങിങ്, നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഓക്കെ. ആപ്ക ഫോൺ ബജ് രഹാ ഹേ, യുവർ ഫോൺ ഈസ് റിങ്ങിങ്. ഓക്കെ. അടുത്ത സെന്റൻസ് നോക്കാം. ആപ്കി ഉമ്ര ലംബി ഹോ. ആപ്കി ഉമ്ര ലംബി ഹോ. ആപ്കി ഉമ്ര ലംബി ഹോ. അപ്പോൾ നമ്മൾ വിഷ് ചെയ്യാറുള്ള സമയത്ത്, അല്ലെ, ബർത്ത്ഡേ വരുന്ന സമയത്ത് നമ്മൾ ഒരാളെ വിഷ് ചെയ്യും. എങ്ങനെയാ? താങ്കൾക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ, അല്ലേ, മേ യു ലിവ് ലോങ്. അപ്പോൾ അതിന് ഹിന്ദി പറയുന്ന സെന്റൻസ് ആണ് ആപ്കി ഉമ്ര ലംബി ഹോ. ആപ്കി മീൻസ് താങ്കളുടെ, ഉമ്ര മീൻസ് വയസ്സ്, അല്ലെ, ആയുസ്. ലംബി ഹോ എന്ന് വെച്ചാൽ ലോങ്, അല്ലെ, എന്താ, ആയുസ് കൂടുതലാവട്ടെ, അല്ലെങ്കിൽ ഉമ്ര ലംബി ഹോ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. ഓക്കെ. ആപ്കി ഉമ്ര ലംബി ഹോ, മേ യു ലിവ് ലോങ്, ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. ആപ്കോ ക്യാ ഹുവാ. ആപ്കോ ക്യാ ഹുവാ. ആപ്കോ എന്ന് വെച്ചാൽ താങ്കൾക്ക്. ക്യാ ഹുവാ, ക്യാ മീൻസ് എന്ത്, ഹുവ സംഭവിച്ചു അല്ലെങ്കിൽ എന്തു പറ്റി. ക്യാ ഹുവാ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തു പറ്റി. ആരെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ എന്തു പറ്റി, അല്ലേ. അപ്പൊ താങ്കൾക്ക് എന്തു പറ്റി എന്നാണെങ്കിൽ ഫ്രണ്ടിൽ ആപ്കോയും ചേർക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്കെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് തുമേ എന്നൊക്കെ ആഡ് ചെയ്യാം ഫ്രണ്ടിൽ. ഓക്കെ. അപ്പൊ ആപ്കോ ക്യാ ഹുവാ,
താങ്കൾക്ക് എന്തു പറ്റി അല്ലേ? വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻ ടു യു? ആപ്കോ ക്യാ ഹുവാ? വാട്ട് ഹാപ്പൻ ടു യു? താങ്കൾക്ക് എന്തു പറ്റി അല്ലെങ്കിൽ താങ്കൾക്ക് എന്ത് സംഭവിച്ചു? ക്ലിയർ അല്ലേ? ഇവിടെ ഹോന എന്നുള്ള ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഹുവ. ഹോന മീൻസ് സംഭവിക്കുക. ഓക്കെ, ഹുവ എന്ന് വെച്ചാൽ സംഭവിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്യാ ഹുവ എന്ന് ചോദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തു പറ്റി എന്ന് അർത്ഥം വന്നത് കേട്ടോ. അപ്പോൾ ആപ്കോ ക്യാ ഹുവ? വാട്ട് ഹാപ്പൻ ടു യു? താങ്കൾക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ താങ്കൾക്ക് എന്ത് സംഭവിച്ചു? അടുത്ത സെന്റൻസ് നോക്കാം. ആപ്കോ ഘണ്ടോം ഇന്തസാർ കർണ ഹോഗ. ആപ്കോ ഘണ്ടോം ഇന്തസാർ കർണ ഹോഗ. ആപ്കോ മീൻസ് താങ്കൾക്ക് അല്ലേ? ഘണ്ട എന്ന് വെച്ചാൽ എന്താണ്? അവർ, മണിക്കൂർ എന്നാണ് അർത്ഥം. ഘണ്ടോം എന്ന് വെച്ചാൽ അവേഴ്സ്, മണിക്കൂറുകൾ. ഇന്തസാർ കർണ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക, വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ഇന്തസാർ കർണ വെയിറ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക അല്ലേ എന്നാണ് അർത്ഥം. ഇന്തസാർ കർണ ഹോഗ. അപ്പോൾ ഹോഗ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗം ഇവിടെ പഠിക്കുക. ചെയ്യേണ്ടി വരും അല്ലേ? ഇന്തസാർ കർണ ഹോഗ, പ്രതീക്ഷിക്കേണ്ടി വരും, അത്രയും നേരം കൂടെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. ലിഖ്ന ഹോഗ, എഴുതേണ്ടി വരും, നിനക്കത് ഫുള്ള് എഴുതേണ്ടി വരും, അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അതാണ് അർത്ഥം. അപ്പം ഹോഗ എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ പ്രയോഗം കൂടി നിങ്ങൾ പഠിച്ചു പോവുക. ലിഖ്ന ഹോഗ, എഴുതേണ്ടി വരും. പഠന ഹോഗ, അത് കംപ്ലീറ്റ് നിനക്ക് പഠിക്കേണ്ടി വരും അല്ലേ? ഖാന പക്കാന ഹോഗ, പാചകം നിനക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഹോഗ ഹോഗ എന്ന് ചേർക്കുന്നത് എന്താണ്? ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും എന്നാണ് അർത്ഥം. നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ടി വരും. ഓക്കെ, ആപ്കോ ഘണ്ടോം ഇന്തസാർ കർണ ഹോഗ. ആപ്കോ ഘണ്ടോം ഇന്തസാർ കർണ ഹോഗ. എന്താണ് അതിൻ്റെ അർത്ഥം? യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ അവേഴ്സ്. യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ അവേഴ്സ്. യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ അവേഴ്സ്. താങ്കൾക്ക് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, ആപ്കോ ഘണ്ടോം ഇന്തസാർ കർണ ഹോഗ. താങ്കൾക്ക് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ് നോക്കാം. ആപ്നെ ക്യാ കഹാ? സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരാൾ പറഞ്ഞത് നമ്മൾ ക്ലിയർ ആയിട്ട് കേട്ടില്ല. അപ്പം നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും, താങ്കൾ എന്താ പറഞ്ഞ്? കേട്ടില്ല ഞാൻ അല്ലേ? അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ പറയണം? ആപ്നെ ക്യാ കഹാ? അപ്പം ഇവിടെ നേയുടെ പ്രയോഗം നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേ എപ്പോഴാണ് ചേർക്കേണ്ടത്? പാസ്റ്റ് ടെൻസിലായിരിക്കുമ്പോൾ ചെയ്ത അല്ലെങ്കിൽ ആ കർത്ത എന്ന് പറയുന്നത് എന്താണ്? ആ ക്രിയ ചെയ്യുന്ന ആൾ. ആ ചെയ്യുന്ന ആളുടെ കൂടെ നമ്മൾ നേ ചേർത്ത് കൊടുക്കും അല്ലേ? അത് പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം ചെയ്തു, അതാരാണ് ചെയ്തത് എന്ന് പറയുമ്പോഴാണ് ആ ചെയ്ത ആളുടെ കൂടെ നമ്മൾ നേ ചേർക്കുന്നത്. അപ്പോൾ ആപ്നെ ക്യാ കഹ? ആപ് മീൻസ് താങ്കൾ, ക്യാ കഹ പറഞ്ഞത് അല്ലേ? കഹ പാസ്റ്റ് ടെൻസ് ആണ്. കഹന പറയുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ് കഹ. ആപ്നെ ക്യാ കഹ? താങ്കൾ എന്താണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആപ്പ് പറഞ്ഞ ആള് ആപ്പ് ആയതുകൊണ്ടാണ് ആപ്പിന്റെ കൂടെ നമ്മൾ നേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആപ്നെ ക്യാ കഹ? വാട്ട് ഡിഡ് യു സേ അല്ലേ? ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയേണ്ടത്? വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? ആപ്നെ ക്യാ കഹ? വാട്ട് ഡിഡ് യു സേ? താങ്കൾ എന്താണ് പറഞ്ഞത്? ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. ഇസ് മാമലെ പർ മേരി കോയി റായ് നീ ഹൈ. ഇസ് മാമലെ പർ മേരി കോയി റായ് നീ ഹൈ. ഇസ് മാമലെ, ഇസ് മീൻസ് ഈ അല്ലെ? ഇത്. മാംല മീൻസ് എന്താണ്? ഈ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ. ഓക്കെ, ഈ മാറ്ററിൽ. മാംലെ പ എന്ന് പറയുമ്പോഴാണ് മാറ്ററിൽ. അപ്പോൾ മിക്കവരും, അതായത് ഇതൊരു നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഈ പർ എന്നുള്ളത് പേ എന്ന് വരുള്ളൂ കേട്ടോ. പർ എന്നുള്ളത് പൂർണ്ണമായിട്ടും പർ എന്ന് നമ്മൾ പറയാറില്ല. പർ എന്നുള്ള വാക്ക് പേ അത്രേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് കൊണ്ടാണ് ഇത് ക്ലിയർ ആയിട്ട് പർ എന്ന് പറയുന്നത്. ഇസ് മാമലെ പേ മേരി കോയി റായ് നീയെ. അപ്പൊ എങ്ങനെയാ അത് ശരിക്കും പറയേണ്ടത്? ഇസ് മാമലെ പേ മേരി കോയി റായ് നീയെ. ഇസ് മാമലെ പേ മേരി കോയി റായ് നീയെ. അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ക്ലാരിറ്റി വരാനാണ് പറന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇസ് മാമലെ പ എന്ന് വെച്ചാൽ എന്താണ്? ഈ വിഷയത്തിൽ, ഈ മാറ്ററിൽ. മേരി എന്ന് വെച്ചാൽ എൻ്റെ അല്ലെ? കോയി റായ്, കോയി മീൻസ് ഒരു അല്ലെ? റായ് മീൻസ് അഭിപ്രായം. കോയി റായ് ഒരു അഭിപ്രായവും. നെഹി ഹെ ഇല്ല. ഇസ് മാമലെ പേ മേരി കോയി റായ് നീയെ. ഈ വിഷയത്തിൽ എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. ഇസ് മാമലെ പ മേരി കോയി റായ് നീയെ. ഐ ഹാവ് നോ ഒപ്പീനിയൻ ഓൺ ദിസ് മാറ്റർ. इस समय मैं अकेले रहना चाहता हूँ. इस समय मैं अकेले रहना चाहता हूँ. എന്താണ് അർത്ഥം?
മിക്കപ്പോഴും നമ്മൾ വഴക്കൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ പറയാറുള്ളൊരു വാക്യമാണിത്. ഇസ് സമയ് മീൻസ് ഈ സമയത്ത്, മേ ഞാൻ, അക്കേല റന മീൻസ് ഒറ്റയ്ക്കിരിക്കാൻ അല്ലേ, അക്കേല റന ഒറ്റയ്ക്കിരിക്കാൻ, ചാത്താഹു എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ചാഹ് മീൻസ് ആഗ്രഹം, ചാത്താഹു മീൻസ് ആഗ്രഹിക്കുന്നത്. ഇസ് സമയ് മേ അക്കേലെ റന ചാത്താഹു, ഇസ് സമയ് മേ അക്കേലെ റന ചാത്താഹു. എന്താണ് എൻ്റെ അർത്ഥം? ഐ വാണ്ട് ടു ബി അലോൺ അറ്റ് ദിസ് മൊമെന്റ്. ഐ വാണ്ട് ടു ബി അലോൺ അറ്റ് ദിസ് മൊമെന്റ്. ഓക്കെ, ഐ വാണ്ട് ടു ബി അലോൺ അറ്റ് ദിസ് മൊമെന്റ്. ഇസ് സമയ് മേ അക്കേലെ റന ചാത്താഹു. ഈ സമയം ഞാൻ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഈ സമയത്ത് ഞാൻ തനിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 15 സെൻറ്റൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ സെൻറ്റൻസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള സെൻറ്റൻസ് ആണ് സെലക്ട് ചെയ്യാൻ മാക്സിമം നോക്കാറുള്ളത്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ് മിക്കപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ സെൻറ്റൻസുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.